ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കെമിസ്ട്രി ബൈ റീതു ശബരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, CH3CHO ആൻഡ് C6H5CH2CHO ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് കെമിക്കലി ബൈ. ഇതാണ് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ ഈ രണ്ട് ആൽഡിഹൈഡും CH3CHOയും അതുപോലെ C6H5CH2CHOയും ഇത് രണ്ടും എന്താണ്? ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാരും ടോളൻസിലും അതുപോലെ ഫെല്ലിങ്സിലും ബെനഡിക്റ്റിലും ഇവരെന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിയേജൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദിസ് റിയേജൻസ് കനോട്ട് ബി യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ദിസ് ടു. ഐഡോഫോം ടെസ്റ്റിലാണെങ്കിൽ CH3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? ഐഡോഫോം തരും. എന്നാൽ C6H5CH2CHO എന്ത് തരില്ല? ഐഡോഫോം ടെസ്റ്റ് തരില്ല. In CH3CHO group, due to the presence of CH3CO group, it reacts with NaOH and iodine to give yellow crystals of iodoform, while C6H5CH2CHO does not react with it. എന്തായാലും പറഞ്ഞിരിക്കുന്ന CH3CHOക്ക് ഏത് ഗ്രൂപ്പ് ഉണ്ട്? CH3CO ഗ്രൂപ്പ് ഉണ്ട്. അതായത് എങ്ങനെയല്ലേ നിൽക്കുന്നത്? CH3C ഡബിൾ ബോണ്ടോ H. അപ്പോൾ CH3CHOക്ക് എങ്ങനെയുണ്ട്? ഈ ഗ്രൂപ്പ് ഉണ്ട്. ഇത് CH3CO ഗ്രൂപ്പ്. CH3CO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് റിയാക്ട്സ് വിത്ത് NaOH ആൻഡ് അയഡിൻ ടു ഗീവ് യെല്ലോ ക്രിസ്റ്റൽസ് ഓഫ് അയഡോഫോം. അതുകൊണ്ട് തന്നെ നമുക്ക് CH3CHOയും അതുപോലെ C6H5CH2CHOയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്? അയഡോഫോം ടെസ്റ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ബൈ വിച്ച് ബെൻസാൽഡിഹൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ്. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ ഏതിലാണ് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷനിൽ അവർ തന്നിരിക്കുന്നത് ടോളീൻ പ്ലസ് ക്രോമൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് CH2 വിച്ച് ഈസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്താ കിട്ടുക എന്ന് ആദ്യം നോക്കാം. ടോളീൻ ഓൺ റിയാക്ഷൻ വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് CH2 gives an addition product. ഇത് ജസ്റ്റ് ആൻ അഡീഷൻ പ്രോഡക്റ്റ് ആണ്. എന്നിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ? വിച്ച് ഈസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പോൾ ഈ ഓപ്ഷൻ ആണോ? ഈ ഓപ്ഷൻ അല്ല. ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത റിയാക്ഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ റിയാക്ഷൻ ഏതാ ഈ റിയാക്ഷൻ? ദ റിയാക്ഷൻ ഈസ് എറ്റാഡ് റിയാക്ഷൻ ആണ് ഇത്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഓപ്ഷനിൽ അവർ തന്നിരിക്കുന്ന ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് പലേഡിയം ഇൻ BaSO4 അതാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ എന്താ? റിഡക്ഷൻ റിയാക്ഷൻ ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ബെൻസാൽഡിഹൈഡ് തന്നെയാണ് കിട്ടുന്നത്. ഈ റിയാക്ഷൻ ഒരു നെയിംഡ് റിയാക്ഷൻ ആണ്. ദിസ് ഈസ് റോസൻമാൻ റിഡക്ഷൻ. നെക്സ്റ്റ് C ഓപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ C ഓപ്ഷനിൽ അവർ തന്നിരിക്കുന്ന ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത്. അതും നമുക്ക് എന്താ? ബെൻസാൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. വിച്ച് ഈസ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അടുത്ത ഫോർത്ത് അവർ തന്നിരിക്കുന്ന ബെൻസോയിക് ആസിഡ് ആണ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അത് നമുക്ക് കിട്ടുന്നത് എന്താണിത്? ബെൻസോയിൽ ക്ലോറൈഡ് ആണ്, അല്ലാതെ ബെൻസാൽഡിഹൈഡ് അല്ല. സോ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാത്തത് ഏതെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ അണ്ടർഗോ സെൽഫ് ആൽഡോൾ കണ്ടൻസേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത് ആർക്കാണ് എന്ന് നമുക്കറിയണം. ആൽഡോൾ കണ്ടൻസേഷൻ എങ്ങനെയുള്ള ആൽഡിഹൈഡ്സിനാണ് നടക്കുന്നത്? ദ ആൽഡിഹൈഡ്സ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ആർക്കൊക്കെയാണ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത് എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഇതാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ വിളിക്കും ആൽഫ കാർബൺ. അപ്പോൾ ആ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജനെ നമ്മൾ വിളിക്കും ആൽഫ ഹൈഡ്രജൻ. അതുപോലെ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ദിസ് ഈസ് ദ
ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ദിസ് വൺ, ഇത് ആണ് ഇവിടുത്തെ ആൽഫ കാർബൺ. ഇതാണെങ്കിലോ ബെൻസാൾഡിഹൈഡ് ആണ്. ബെൻസാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ബെൻസാൾഡിഹൈഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിലാണ്, അതാണ് എന്ത് ആൽഫ കാർബൺ. അതുപോലെ ഇവിടെ ആണെങ്കിലോ ദിസ് ഈസ് ദ ആൽഫ കാർബൺ അല്ലേ. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൾഡിഹൈഡ്സിൽ മാത്രമേ എന്ത് നടക്കൂ, ആൾഡോൾ കണ്ടൻസേഷൻ നടക്കൂ, അല്ലെങ്കിൽ സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ നടക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എത്ര പേർക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഇതാണ് ഇവിടുത്തെ ആൽഫ കാർബൺ. ഈ കാർബണിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലെന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുപോലെ ഇവിടെ ആണെങ്കിലോ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ആണ്. അപ്പോൾ ഇവിടെയും എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുപോലെ ബെൻസാൾഡിഹൈഡ് ആണെങ്കിലോ ഇവിടെ നോക്ക് 1 2 3 4 വാലൻസി, ഈ കാർബണിൻ്റെ 4 വാലൻസി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും എന്തില്ല, ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഈ കാർബണും എന്തില്ല, ഹൈഡ്രജൻ ഇല്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുപോലെ CH3 CH2 CHO, ഇതിനെ നോക്കൂ, ഇതിന് എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഏത് പ്രൊപ്പനാൾഡിഹൈഡിനാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ആൾഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. A and B in the following reactions are എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻസ്. ഒരു കീറ്റോൺ ഇൻ പ്രസൻസ് ഓഫ് HCN KCN നമുക്ക് കിട്ടി A. വിച്ച് ഓൺ റിയാക്ഷൻ വിത്ത് B എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഇത് കിട്ടി പ്രോഡക്റ്റ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ Aയും Bയും കണ്ടുപിടിക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. RC ഡബിൾ ബോണ്ടോ R ഡാഷ്, ഇതിലെന്താ ഒരു ന്യൂക്ലിയോഫൈലായ CN മൈനസ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തു, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് അവിടെ H+ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്ത് പ്രോഡക്റ്റ്, RC. ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ O, ഇവിടെ H+ വന്നിരിക്കുമ്പോൾ എന്ത് കിട്ടും, H. പിന്നെ ഇവിടെ CN ഉണ്ട്, ഇവിടെ R ഡാഷ് ഉണ്ട്. ഇതാണ് നമ്മുടെ A. ഇനി ഈ Aയിൽ ഏതോ ഒന്ന് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി RC, അത് അവർ തന്നിരിക്കുകയാണ്, R ഡാഷ് OH CH2 NH2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ R ഉണ്ട്, ഇവിടെ R ഉണ്ട്, R ഡാഷ് ഉണ്ട്, OH ഉണ്ട്. ഇവിടുത്തെ CN ആണ് എന്തായത്, CH2 NH2 എന്നായത്. അതായത് ഇവിടെ എന്താ റിഡക്ഷൻ ആണ് നടന്നത്. ഇവിടെ റിഡക്ഷൻ നടക്കാൻ പറ്റിയ റിയേജൻ്റ് ഏതാ LiAlH4. LiAlH4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി.